പ്രണയം. രചന പൗർണമി. അവതരണം മിത്രവിന്ദ. മോനെ, സത്യം പറഞ്ഞ മോനെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെയും കാര്യമായിട്ടൊന്നും പരിചയപ്പെടാൻ സാധിച്ചിട്ടില്ല. ആദ്യമൊന്ന് പരിചയപ്പെടാല്ലേ? വിശ്വം പറയുമ്പോൾ ധ്രുവി അദ്ദേഹത്തെ നോക്കിയൊന്ന് നേർമയായി പുഞ്ചിരിച്ചു. പക്ഷെ ആദുവും ഗായത്രിയും വല്ലാത്തൊരു ഉത്കണ്ഠയോടെ പരസ്പരം നോക്കി. തന്നെ ആദുവിനെ സമ്മതിക്കുന്ന ഒന്നും അറിയാതെയാണ് വിശ്വനും സീതയും ഇവിടെ എത്തിയിരിക്കുന്നുവെന്ന് ധ്രുവി അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ആദുവിന്റെ കൈപ്പടം ഗായത്രിയുടെ കൈത്തുടയിൽ മുറുക്കി. ഞാൻ ധ്രുവിത് ശങ്കർ, സെയിന്റ് ആന്റണീസിൽ ലെക്ചറാണ്. ആത്മിക എൻ്റെ സ്റ്റുഡൻ്റാണ്. ഒട്ടും പതിർച്ചയില്ലാതെ തന്നെയാണ് ധ്രുവി സ്വയം പരിചയപ്പെടുത്തിയതെങ്കിലും അവൻ്റെ മറുവശം ഉണ്ടായിരുന്ന വ്യക്തികൾക്ക് അതൊരു വലിയ ഞെട്ടൽ ഉളവാക്കിയിരുന്നു. ഒരു നിമിഷം ധ്രുവിയെ അവിശ്വസനീയതയോടെ നോക്കിപ്പോയി വിശ്വനും സീതയും. ആദുവിന്റെ നെഞ്ചിപ്പോ ഭയം കൊണ്ട് പൊട്ടുവെന്ന പോലെ ആയിട്ടുണ്ട്. ധ്രുവിയുടെ മുഖത്ത് ശാന്തതയാണ്. ഞാൻ സത്യത്തിൽ അങ്കിളിനെ കാണാൻ അവിടേക്ക് വരാനിരുന്നതാ. മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും എനിക്ക് ആത്മികയോട് ഒരുപാട് റൂഡായിട്ട് പെരുമാറേണ്ടി വന്നിട്ടുണ്ട്. പണിഷ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. വഴക്കു പറയേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ച അതിനൊക്കെ എൻ്റെതായ ശരികളും ഉണ്ട്. എങ്കിലും അന്നത്തെ ആ ഇമ്പോസിഷൻ പ്രശ്നം അതല്പം കൂടിപ്പോയിരുന്നുവെന്ന് പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്ക് പോലും തോന്നിയിട്ടുണ്ട്. എനിവേ, ഞാൻ കാരണം നിങ്ങളൊക്കെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ മൂന്നാളോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. അവസാനം പറഞ്ഞത് ആദുവിൻ്റെ മുഖത്തുകൂടി നോക്കിയിട്ടാണ്. അവളോട് കൂടിയുള്ള ഒരു ക്ഷമ ചോദിക്കലായിരുന്നു ഇത്. അവൻ്റെ സംസാരം തീർത്തും ഗൗരവത്തിലായിരുന്നെങ്കിൽ കൂടിയും അത്രമേൽ ആത്മാർത്ഥമായിരുന്നു. ഇത്തവണ അതിശയം കൊണ്ട് കണ്ണ് തള്ളിപ്പോയി ആദുവിന്. ധ്രുവി ഇങ്ങനെയൊക്കെ പറയൂന്ന് ഗായത്രി ആദുവും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ധ്രുവിയുടെ വാക്കുകൾ വിശ്വന്റെയും സീതയുടെയും ഹൃദയത്തിൽ ഒരു തണുപ്പ് കോരിയിട്ടു. ധ്രുവി അത്ര വലിയ പ്രശ്നക്കാരനല്ല എന്നവർക്ക് ഉറപ്പു വന്നതുപോലെ ഇരുവരുടെയും മുഖമൊന്ന് തെളിഞ്ഞു. വിശ്വന്റെയും സീതയുടെയും ശാന്തമായ മുഖം കണ്ടപ്പോൾ മനസ്സിന്റെ വലിയൊരു ഭാരം ഒഴിഞ്ഞുപോയ സമാധാനം തോന്നി ഗായത്രിക്ക്. അത് സാരമില്ല മോനെ, നീ ചെയ്തതിൽ തെറ്റും ശരിയുമുണ്ട്. ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങളെക്കുറിച്ചോർത്ത് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുമ്പോൾ അവരോട് പുറത്തു കൊടുക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. ഞങ്ങൾക്ക് നിന്നോട് ഒരു വിദ്വേഷവുമില്ല, അല്ലേടോ ഭാര്യയെ? അതോ തനിക്കിനി വല്ല പ്രശ്നമുണ്ടോ? വിശ്വൻ അടുത്തിരിക്കുന്ന ഭാര്യയോടായി ചോദിക്കുമ്പോൾ, ഏയ്, എനിക്കൊരു പ്രശ്നമില്ല വിശ്വേട്ടാ. അന്ന് മോളോരോന്ന് പറഞ്ഞപ്പോ നമ്മൾ വിഷമിച്ചു എന്നുള്ളത് ശരിയാ. പക്ഷേ പൊറുക്കാൻ കഴിയാത്ത രീതിയിൽ തെറ്റൊന്നും ഈ കുട്ടി നമ്മളോട് ചെയ്തിട്ടില്ല. സീത കൂടി പറയുമ്പോഴാണ് ആദുവിനും ഗായത്രിക്കും ധ്രുവിക്കും പൂർണ്ണമായും സമാധാനമായത്. പിന്നെ ഞങ്ങളിപ്പോൾ മറ്റൊരു കാര്യത്തിനു കൂടിയാ ഇവിടേക്ക് വന്നത്. ട്രേയിൽ നിന്നും ജ്യൂസ് ഗ്ലാസ് എടുത്ത് സിപ്പ് ചെയ്തുകൊണ്ട് വിശ്വൻ പറഞ്ഞു. ആദുവിനും ഗായത്രിക്കും കാര്യം അറിയാം. വിശ്വൻ പറഞ്ഞു തുടങ്ങിയതും ധ്രുവി അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. അവിട്ടത്തിൻ്റെ അന്ന് ഞങ്ങളുടെ അമ്മയുടെ സപ്തതിയാണ് തറവാട്ടി വെച്ച്. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമുള്ള ഒരു കുഞ്ഞാഘോഷം. അതിനിവിടെയുള്ളവരെയൊക്കെ ഞങ്ങൾ ക്ഷണിക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ ഇവിടുന്ന് എല്ലാവരും വന്ന് ഞങ്ങളുടെ സന്തോഷങ്ങളിൽ പങ്കുചേരണം. വിശ്വൻ ഗായത്രിയും ധ്രുവിയെയും നോക്കി പറഞ്ഞു. വിശ്വൻ ക്ഷണിക്കുന്നുണ്ടെങ്കിലും ധ്രുവി അതിൽ പങ്കുചേരുമെന്നുള്ള വിശ്വാസമൊന്നും ഗായത്രിക്കില്ല. ആദു എന്ന് പറഞ്ഞപ്പോ അച്ചുവിനെ കൂട്ടിയിട്ട് അവിടേക്ക് പോകാമെന്നാണ് അവർ കരുതിയതും. ഓക്കെ അങ്കിൾ, ഞങ്ങൾ ഉറപ്പായി അവിടെ എത്തും. വിശ്വന് വാക്ക് കൊടുക്കുന്ന ധ്രുവിയെ ഗായത്രി തെല്ലൊരു അത്ഭുതത്തോടെ നോക്കിയത്. നാടിനെക്കുറിച്ചും ജോലിയെക്കുറിച്ചുമൊക്കെ കുറേയേറെ സംസാരിച്ചിട്ടാണ് വിശ്വനും സീതയും ആദവും അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയത്. അങ്കിൾ, ഇറങ്ങാൻ തുടങ്ങിയ വിശ്വനെ ധ്രുവി വിളിച്ചതും വിശ്വൻ അവനെ തിരിഞ്ഞു നോക്കി. ഇന്നത്തെ കാലത്ത് ആരും ചെയ്യാൻ മടിക്കുന്നൊരു ഹെൽപ്പാണ് അങ്കിളും ആത്മീയയും എൻ്റെ അമ്മയോട് ചെയ്തത്. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഒരുപാട് താങ്ക്സ്. ആദുവിൻ്റെ കണ്ണിലേക്ക് നോക്കി പറയുമ്പോൾ അതേ നിമിഷം അവളുടെ കണ്ണുകളും അവനെ തന്നെയായിരുന്നു. ആദു അവനിൽ നിന്നും നോട്ടം മാറ്റി. ഒരു വട്ടം ഈ താങ്ക്സ് ഞാൻ സ്വീകരിച്ചായിരുന്നു, വിശ്വൻ കളിയായി പറഞ്ഞു. സത്യത്തിൽ ധ്രുവി ഇൻഡയറക്റ്റായി നന്ദി പറഞ്ഞത് ആദുവിനോടാണ്. ധ്രുവി തന്റെ മകനാണെന്ന് പറയാതിരുന്നതിൽ അവരോട് ഗായത്രിയും ക്ഷമാപണം നടത്തി. ഗായത്രിയുടെ മാനസികാവസ്ഥ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരുന്നു. അവസാനം യാത്ര പറഞ്ഞ് സന്തോഷത്തോടെ ആദുവും കുടുംബവും അവിടുന്ന് പോയപ്പോ വലിയ ഒരു മഴ പെയ്ത് തോർന്ന പോലെ ശാന്തമായിരുന്നു ഗായത്രിയുടെ മനസ്സ്.
എന്നാലും എൻ്റെ ആദു, എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ലടി. ഇതൊക്കെ കേട്ടിട്ടൊരു കഥ പോലെ തോന്നുവാ. എല്ലാം കേട്ട് കിളി പാറിയിരുന്ന അക്കു രണ്ടുപേരോടുമായി പറഞ്ഞു, അതേ അമ്പരപ്പാണ് ഗാഥയിലും. എന്നാലും നമ്മുടെ വിശ്വാമിത്രൻ തന്നെയാണോടി മാപ്പ് പറഞ്ഞത്? നീ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ വിശ്വസിക്കാതോ? അക്കു പിന്നെയും പറഞ്ഞു, സാറിൻ്റെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിൻ്റെ നന്ദിയായിരിക്കൂടി. എന്തായാലും ഇനിയിപ്പോ നിന്നോട് ആവശ്യമില്ലാത്ത യാതൊരു പ്രശ്നത്തിനും സാറ് വരത്തില്ല. ഗാഥ പ്രതീക്ഷയോടെ പറയുമ്പോൾ തലേന്ന് അവന്റെ നെഞ്ചിലേക്ക് വീണ നിമിഷമായിരുന്നു അവളുടെ മനസ്സിൽ. ഈശ്വര, ഇനി അതിനി വല്ല പണിയും തരുമോ? അവൾ മനസ്സിൽ ചിന്തിച്ച് ടെൻഷനോടെ നഖം കടിച്ചു. ധ്രുവിയുടെ ക്ലാസ്സിൽ ആദു ടെൻഷനോടെയായിരുന്നു ഇരുന്നത്. അതൊരു അധ്യാപകനായ ധ്രുവിക്ക് മനസ്സിലാവുകയും ചെയ്തു. ആത്മിക, ഒന്ന് പുറത്തേക്ക് വന്നേ. ബെൽ റിങ് ചെയ്തതും ധ്രുവി പറഞ്ഞത് കേട്ട് ആദു നെഞ്ചി കൈവച്ചു. ഈശ്വര, അടുത്ത ഇമ്പോസിഷനുള്ള വകുപ്പാണോ ആ നടന്നുപോയത്? ക്ലാസ്സിന് പുറത്തേക്ക് പോകുന്ന ധ്രുവിയെ നോക്കി മനസ്സിൽ ചിന്തിച്ചു ആദു. ഡി, നീ ഇവിടെ നിൽക്കാതെ പോയിട്ട് വാ, ഒന്നും സംഭവിക്കില്ല. ഭയമുണ്ടെങ്കിലും അക്കുവും ഗാഥയും അവളെ ആശ്വസിപ്പിച്ചു. അടുത്ത യുദ്ധത്തിനുള്ള കാഹളമാണ് മുഴുങ്ങിയതെന്ന് കരുതി ത്രേയും കൂട്ടുകാരും സന്തോഷത്തോടെയിരുന്നു. മടിച്ചും പേടിച്ചും പതുങ്ങിയുമൊക്കെ ക്ലാസ്സിന് പുറത്തേക്ക് എത്തിയപ്പോൾ ധ്രുവി സാറിനെ അവിടെ ഒന്നും കണ്ടില്ല. പിന്നെ നേരെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെന്നു. പ്രതീക്ഷിച്ചതുപോലെ അവിടെയുണ്ട് സാറ്. ഒരടി വെച്ച് നടക്കാൻ പോലും അവൾക്ക് ധൈര്യമില്ല. ശബ്ദം ഉയർത്തി അവനെ വിളിക്കാൻ പോലും അവൾക്ക് കഴിയുന്നില്ല. വാതിലിൽ പരവശപ്പെട്ട് നിൽക്കുന്ന ആദുവിനെ ധ്രുവി അപ്പോഴാണ് കണ്ടത്. അവൻ അവൾക്കരികിലേക്ക് നടന്നു. ആദു വിരലിൽ ഞൊട്ടയൊക്കെ ഞൊടിച്ച് തന്റെ ടെൻഷൻ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. ധ്രുവി അവൾക്ക് അടുത്തായി നിന്നു. അവന്റെ പെർഫ്യൂം സുഗന്ധം അവളെ വലയം ചെയ്തു. അവന്റെ സാമീപ്യം അറിഞ്ഞ ഹൃദയം തുള്ളിച്ചാടി തുടങ്ങി. ആത്മിക, ആ ശബ്ദം അവളെ തേടിയെത്തി. ആദുവിനെ കണ്ണുകളുയർത്തി നോക്കി. അവളുടെ മനസ്സിൽ ആദി. ധ്രുവിക്ക് വായിച്ചെടുക്കാൻ കഴിയും. സി ആത്മിക, എന്നെ താൻ ഇത്രയും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഇനിയിപ്പോ കഴിഞ്ഞുപോയത് ആലോചിച്ച് ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരുന്നാൽ ഞാൻ തനിക്ക് ഇമ്പോസിഷൻ തരും കേട്ടോ. ധ്രുവിയുടെ ഗൗരവത്തോടെയുള്ള പറച്ചിലെ അവൻ ആശ്വസിപ്പിച്ചതാണോ അതോ വഴക്കു പറഞ്ഞതാണോ വാണിംഗ് തന്നതാണോ എന്ന് ആദൂന് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ക്ലാസ്സിൽ പോയിക്കോ. ധ്രുവി പറഞ്ഞതും മറുപടിയായി തലയാട്ടി രക്ഷപ്പെട്ടതുപോലെ ഒരു ആശ്വാസത്തിൽ ആദു ക്ലാസ്സിലേക്ക് ഓടി. അവൾ അവനിൽ നിന്ന് അകന്നതും ഗൗരവം പുഞ്ചിരിയായി മാറിയിരുന്നു ധ്രുവിയിൽ. ആദു വന്നപ്പോഴേക്കും മാത്യു സാർ പഠിപ്പിക്കുന്നുണ്ട്. ദേ വരുന്നുണ്ട്. ഇടനാഴി കൂടി നടന്നു വരുന്ന ആദുവിനെ കണ്ടതും ശബ്ദം താഴ്ത്തി നീനോ പറഞ്ഞു. ധ്രുവി സാർ വിളിച്ചിട്ട് പോയതാണെന്ന് പറഞ്ഞപ്പോ മാത്യു സാർ അവളോട് കയറി വരാൻ പറഞ്ഞു. അവളുടെ മുഖത്ത് സങ്കടമൊന്നും കാണുന്നില്ലല്ലോടി. വഴക്കു പറയാനല്ലേ ഇനി വിളിപ്പിച്ചത്? സീറ്റിലേക്ക് പോകുന്ന ആദുവിന്റെ മുഖഭാവം ശ്രദ്ധിച്ചപ്പോൾ ചെറിയൊരു നിരാശയോടെ ത്രേയ പറയുകയാണ്, ആർക്കറിയാം. നീനയും പറഞ്ഞുകൊണ്ട് ബുക്കിലേക്ക് നോക്കി. ധ്രുവി സാറുമായി പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായില്ലെന്ന് പറഞ്ഞപ്പോൾ അക്കൂനും ഗാഥയ്ക്ക് സമാധാനമായി. പൂവിളികളും പൂപ്പൊലി പാട്ടുകളുമായി വിശുദ്ധിയുടെ പൊന്നോണക്കാലം വരവായി. ആദവും കൂട്ടുകാരും മാത്രമല്ല, സെന്റ് ആനീസ് കോളേജും പുതിയ ഒരു ഓണക്കാലത്തെ വരവേൽക്കുവാൻ തയ്യാറായി നിന്നു. ഇന്നാണ് കോളേജിലെ ഓണം സെലിബ്രേഷൻ. സ്റ്റിച്ച് ചെയ്ത് കിട്ടിയ ധാവണി എടുത്തുകൊണ്ട് കണ്ണാടിയിലേക്ക് നോക്കി ആദു. ഡാർക്ക് സ്കൈ ബ്ലൂ കളറിൽ നേവി ബ്ലൂ ബോർഡർ വരുന്ന ധാവണിയാണ് അവളുടേത്. ഷാള് ഡാർക്ക് ബ്ലൂ ആണ്. ഇതിന്റെ കളർ ചേഞ്ചസ് ആണ് അക്കൂനും ഗാഥയ്ക്കും. മുഖത്ത് മിനിമൽ മേക്കപ്പ് ഒക്കെ ഇട്ടു. മുടിയൊക്കെ നന്നായി സെറ്റ് ചെയ്ത് തലയിൽ മുല്ലപ്പൂമാല വരെ ചൂടിയ ആദുവിനെ അന്ന് പതിവിലും കാണാൻ സുന്ദരിയാണ്. ഒരുങ്ങി താഴേക്ക് വന്ന അവളെ സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ വിശ്വനും സീതയെ നോക്കി നിന്നു. അവർക്ക് അവളെ ഇങ്ങനെ ട്രഡീഷണൽ ഔട്ട്ഫിറ്റിൽ കാണാൻ വളരെ ഇഷ്ടമാണ്. ഈ സിറ്റി ലൈഫിൽ അതൊന്നും അത്ര പ്രായോഗികമല്ലെങ്കിലും തറവാട്ടിലും അമ്പലങ്ങളിലും ഒക്കെ പോകുമ്പോൾ കൂടുതലും അവൾ നാടൻ വേഷങ്ങളാണ് ധരിക്കാറ്. അതാണ് ഞങ്ങൾക്കും അവൾക്കും കൂടുതൽ ഇഷ്ടം. എന്തെങ്കിലും നോക്കാൻ? എന്നെ വിവാഹം കഴിച്ചയപ്പിക്കാൻ വല്ല പ്ലാനും ചെയ്യുവാണോ മിസ്റ്റർ ആൻഡ് മിസ്സസ് വിശ്വനാഥൻ? നാണോ അഭിനയിച്ച് നഖമൊക്കെ കടിച്ചുകൊണ്ട് പറയുന്നവളെ നോക്കി വിശ്വനാഥൻ ഉറക്കെ ചിരിച്ചുപോയി. അയ്യോ എൻ്റെ കുട്ടി, അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കണ്ട. നല്ല വിദ്യാഭ്യാസം നൽകി സ്ഥിര വരുമാനമുള്ള ഒരു ജോലി വാങ്ങി ഒരു 25 വയസ്സെങ്കിലും ആവാതെ നിന്നെ കെട്ടിച്ചുവിടാൻ ഞങ്ങൾക്ക് ഒരു പ്ലാനും ഇല്ല.
വിഷൻ അവളോട് പറഞ്ഞു. ഷേ, നിങ്ങളിത് എന്തോട്ട് പേരൻസാ. ഓരോ പേരൻസ് മക്കൾക്ക് 18 വയസ്സാകുമ്പോഴേ കല്യാണം ആലോചിച്ചു തുടങ്ങും. പോയി പോയി, ഇന്നത്തെ മൂഡ് പോയി, അവൾ വിഷമം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. ഇവിടുത്തെ പേരൻസ് അങ്ങനെയല്ല. അച്ഛയുടെ മോളുടെ ഭാവിയാണ് ഞങ്ങൾക്ക് വലുത്, വിഷം പറഞ്ഞു. അതിപ്പോ അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ കൂടി അവൾക്കറിയാവുന്നതാണ്. അച്ഛനും അമ്മയ്ക്കും ഒരു ഉമ്മ കൊടുത്ത് കോളേജിലേക്ക് പോകാൻ ഇറങ്ങുന്നവളെ സീത നോക്കി നിന്നു പോയി. എന്തേ ഇങ്ങനെ നോക്കാൻ? മേക്കപ്പ് കുറച്ച് കൂടുതലാണോ? അവൾ ഫോൺ ക്യാമറ ഓണാക്കി മുഖം ഒന്നുകൂടി നോക്കിക്കൊണ്ട് അമ്മയോടായി ചോദിച്ചു. ഓവറൊന്നുമില്ല, നീ ഇങ്ങനെ ഒരുങ്ങാറില്ലല്ലോ. ഇപ്പൊ നോക്കിയിരിക്കാൻ തോന്നുന്ന ഭംഗി. പെൺകുട്ടികളായാലേ ഇങ്ങനെ ഒരുങ്ങി നടക്കണം. സീത പറയുമ്പോൾ അവളും ചിരിച്ചു. ഞാൻ ഗായമൊന്ന് കണ്ടിട്ടേ പോന്നുള്ളൂ. കോളേജിൽ പോകും മുന്നേ അവിടേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു. ആദു പറഞ്ഞുകൊണ്ട് ഗേറ്റ് തുറന്ന് പുറത്തേക്കിറങ്ങി. വിശ്വാമിത്രൻ കോളേജിൽ പോയിട്ടുണ്ടാകും എന്നുള്ള ധൈര്യത്തിലാണ് ഗായത്രിയുടെ വീട്ടിലേക്ക് ആദു പോയത്. ബൈക്ക് പോർച്ചിലുണ്ടോയെന്ന് ശ്രദ്ധിച്ചില്ല. കോളിംഗ് ബെൽ അടിച്ചതും ഡോർ തുറന്ന ആളിനെ കണ്ട് ആദു ഒന്നും ഞെട്ടി. ഈശ്വര, ഈ കാലം പോയില്ലായിരുന്നോ? മനസ്സിൽ പറഞ്ഞുപോയി ആദു. അകത്തേക്ക് കയറാനും തിരിഞ്ഞു പോകാനും കഴിയാത്ത അവസ്ഥയിൽ ആദു ആകെ പെട്ടുനിന്നു. ഗായമെ കാണാൻ വരാറുണ്ട് മിക്കപ്പോഴും. പക്ഷെ അത് ധ്രുവിയില്ലാന്ന് ഉറപ്പുവരുത്തിയിട്ടായിരിക്കും. ധ്രുവിയും സ്വയം അറിയാതെ ആദുവിനെ നോക്കി നിന്നുപോയി. അവളെ ഇങ്ങനെയുള്ള വേഷത്തിൽ കാണാൻ പ്രത്യേക ഭംഗിയാണെന്ന് അവനോർത്തു. ഇന്ന് കൂടുതൽ ഒരുങ്ങിയതിന്റെ പകിട്ട് അവളിലുണ്ട്. അവളിൽ നിന്നും ഉയരുന്ന മുല്ലപ്പൂ വാസന പോലും സ്വയം അറിയാതെ ആസ്വദിക്കുകയാണ് ധ്രുവി. ആഹാ, അമ്മൂട്ടനായിരുന്നോ? ആദുവിനെ രക്ഷിക്കാൻ വന്ന ഒരു ദേവതയായിട്ടായിരുന്നു ഗായത്രിയെ കണ്ടപ്പോൾ അവൾക്ക് തോന്നിയത്. എന്റെ കുട്ടിയെ കാണാൻ സുന്ദരിയായിട്ടുണ്ട്. അവളെ കണ്ട ഗായത്രിയുടെ കണ്ണുകൾ വിടർന്നു. അമ്മേ, ഞാൻ ഇറങ്ങുവാ. അവർക്കിടയിലൊരു ബുദ്ധിമുട്ടാകാതെ ബൈക്കിന്റെ ചാവിയും എടുത്ത് ധ്രുവി പുറത്തേക്കിറങ്ങി. ആദു അവനെ പാളി നോക്കി. മുണ്ടും ബ്ലൂ കളർ ഷർട്ടുമാണ് അവന്റെ വേഷം. മുഖത്ത് നോക്കാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് മുഖം കൂടുതൽ സ്കാൻ ചെയ്യാനൊന്നും പോയില്ല അവൾ. അവൻ പോയതിന്റെ പിന്നാലെ ഗായത്രിയോട് യാത്ര പറഞ്ഞ് ആദുവും കോളേജിലേക്ക് ഇറങ്ങി. മുത്തശ്ശിമരത്തിന്റെ ചുവട്ടിൽ പതിവ് കാത്തിരിപ്പിലാണ് ആദു. കുറച്ചുനേരം കഴിഞ്ഞാണ് അക്കുവും കാതെ അവിടെ എത്തിയത്. ഒരു കാലത്തും നേരത്തെ വരരുത് നീയൊക്കെ കേട്ടോ. ഞാനിവിടെ നോക്കി നോക്കിയിരുന്ന് കണ്ണ് കഴിച്ചു. 10 മിനിറ്റ് നേരം വൈകി വന്ന് രണ്ടിനെയും പൊരിക്കുകയാണ് ആദു. കുറച്ചു നേരം നിനക്ക് കണ്ണടച്ചു വെക്കാൻ മേലായിരുന്നു ആദുമോളെ. അപ്പോൾ കണ്ണധികം കഴിക്കില്ലായിരുന്നു. അക്കുവളോട് കളിയായി പറഞ്ഞു. അയ്യോ, മോള് തമാശതാ, നല്ല ഇടിഞ്ഞും വെച്ചു തരും. അവരെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് ആദു തന്റെ കയ്യിലായി കരുതിയ മുല്ലപ്പൂമാല അവരുടെ തലമുടിയിലേക്ക് ചൂടിക്കൊടുത്തു. ഇന്നലെ അച്ഛ വാങ്ങിക്കൊണ്ട് വന്നതാ. ആദൂസേ, നിന്നെ കാണാൻ എന്ത് രസമാ പെണ്ണേ. ഇത്രയും ഭംഗിയൊക്കെ നീ എവിടെ ഒളിപ്പിച്ചു വെച്ചത്? അക്കു ആദുവിന്റെ കണ്ണിൽ നോക്കി ചോദിച്ചു. നിന്റെ തലയില് ചളിയടിച്ച് സമയം കളയാതെ വാ പെണ്ണേ, ക്ലാസ്സിൽ പോകാം. ആശംസും അഖിലുമൊക്കെ പൂക്കൾ വാങ്ങിക്കൊണ്ട് പോകുന്നത് കണ്ടു. നമ്മുടെ ഹൗസ് ലീഡർ അർജുൻ, അവൻ എത്തിയോ എന്തോ? ആദു ടെൻഷനോടെ പറഞ്ഞു. ഏട്ടാ, ദേ എന്റെ ഏട്ടത്തി. സന്ദീപിന്റെ ഒപ്പം വന്ന അർജുൻ ആദുവിനെ കണ്ടു പറയുകയാണ്. ദേ ചെറുക്ക, എന്റെ കൈക്ക് പണിയുണ്ടാക്കാതെ പോയേ. സന്ദീപ് പല്ല് കടിച്ചു. അപ്പോഴാണ് ഓഫീസ് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന ധ്രുവി അവൻ കണ്ടത്. ശോ, ഏട്ടനാ ധ്രുവി സാറിന്റെ ഷർട്ട് വാങ്ങി അങ്ങോട്ടിട്, അപ്പോൾ ആദുവായിട്ട് മാച്ചാകും, അർജുൻ നിരാശയോടെ പറഞ്ഞു. അപ്പോഴേക്കും സന്ദീപിനെ കണ്ട ധ്രുവി അവന്റെ അരികിലേക്ക് വന്നു. ഹൗസുകളെ കോർഡിനേറ്റ് ചെയ്യുന്നതും പ്രോഗ്രാംസ് സംഘടിപ്പിക്കുന്നതുമൊക്കെ അധ്യാപകരാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെക്കാൾ തിരക്കാണ് അധ്യാപകർക്ക്. ധ്രുവി സന്ദീപിന്റെ അടുത്തേക്ക് വന്നതും ആദുവിന്റെയൊക്കെ അടുത്തേക്ക് നടന്ന അർജുനും ത്രേയും സംഘവും അവരെക്കാൾ മുന്നേ തന്നെ ക്ലാസ്സിൽ ഹാജരായി. ഡി, അപ്പൊ എന്താ പ്ലാൻ? നീ ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ, വർഷ ത്രേയോട് ചോദിച്ചു. ഈ പണിക്ക് നമ്മൾ നേരിട്ട് ഇറങ്ങുന്നില്ല, പകരം നമുക്ക് ഡമ്മി ഗെയിം കളിക്കാം. നീയാ അപ്സരയെ പൊക്കി അവളെ കൊണ്ടാണ് ഇന്നത്തെ ഗെയിം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ത്രേയ പറഞ്ഞതോ അപ്സരയെ വിളിക്കുവാൻ വേണ്ടി വർഷ പോയി. തുടരും. എന്തൊക്കെയോ ഒപ്പിച്ചു വെക്കുന്നുണ്ടല്ലേ. ഓ, ഇനി എന്തൊക്കെ ആകുമെന്ന് നോക്കാം. പൗർണമിയുടെ കഥ കിടുവാകുന്നുണ്ടല്ലേ. സപ്പോർട്ട് വേണം കേട്ടോ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്ര. താങ്ക് യു.